ഏവർക്കും ലീഡ് ഐസ് ജൂനിയർ വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അസാധാരണ മികവ് പുലർത്തിയ 17 കുട്ടികൾക്ക് രാഷ്ട്രീയ ബാല പുരസ്കാരം പ്രഖ്യാപിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിദ്യാലയങ്ങളിൽ നോ ഡിറ്റൻഷൻ പോളിസി അവസാനിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സ്പേഡെക്സ് ആദ്യത്തെ സ്പേസ് ഡോക്കിംഗ് മിഷനുമായി ISRO. വാൾ സ്ട്രീറ്റ് ജേർണലിന്റെ 2025 ഗോ ടു ഗ്ലോബൽ ഡെസ്റ്റിനേഷൻസിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട് മധ്യപ്രദേശ്. ടിബറ്റിൽ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ഡാം നിർമ്മിക്കാൻ ചൈന. ഇന്ത്യയും ബംഗ്ലാദേശും മുൾമുനയിൽ. വാർത്തകൾ വിശദമായി. അസാധാരണ മികവ് പുലർത്തിയ 17 കുട്ടികൾക്ക് രാഷ്ട്രീയ ബാല പുരസ്കാരം പ്രഖ്യാപിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം സംഘടിപ്പിക്കുന്നത്. ഇന്ത്യൻ സിറ്റിസൺസ് ആയ 5-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളെ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാറിനായി പരിഗണിക്കുന്നു. ആർട്ട് ആൻഡ് കൾച്ചർ, ബ്രേവറി, ഇന്നോവേഷൻ, സയൻസ് ആൻഡ് ടെക്നോളജി, സോഷ്യൽ സർവീസ്, സ്പോർട്സ് ആൻഡ് എൻവയോൺമെന്റ് തുടങ്ങിയ 7 വിഭാഗങ്ങളിലെ മികവിനാണ് അവാർഡ് നൽകുന്നത്. രാഷ്ട്രപതിയിൽ നിന്നുള്ള മെഡൽ, സർട്ടിഫിക്കറ്റ്, സൈറ്റേഷൻ, ബുക്ക്ലെറ്റ് എന്നിവയാണ് പുരസ്കാര ജേതാക്കൾക്ക് ലഭിക്കുക. വിദ്യാലയങ്ങളിൽ നോ ഡിറ്റൻഷൻ പോളിസി അവസാനിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ഇതോടെ 5-8 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് പ്രമോഷൻ ലഭിച്ചില്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ പരീക്ഷ വീണ്ടും എഴുതേണ്ടതായി വരും. 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് സെക്ഷൻ 16 പ്രകാരം ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും ക്ലാസ് 8 വരെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുന്നതിൻ്റെ ഭാഗമായാണ് നോ ഡിറ്റൻഷൻ പോളിസി നിലവിൽ വരുന്നത്. മോശം അക്കാദമിക് പ്രകടനം കാരണമുള്ള കുട്ടികളുടെ സ്കൂൾ കൊഴിഞ്ഞുപോക്ക് തടയുക എന്നതായിരുന്നു ഈ പോളിസിയുടെ ലക്ഷ്യം. എന്നാൽ കുട്ടികളുടെ അക്കാദമിക് ക്വാളിറ്റി നഷ്ടമാകുന്നു എന്ന വിവിധ സംസ്ഥാനങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പോളിസി ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. സ്പേഡെക്സ് ആദ്യത്തെ സ്പേസ് ഡോക്കിംഗ് മിഷനുമായി ISRO. ഈ മിഷൻ വിജയിക്കുകയാണെങ്കിൽ USA, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ ലോകരാജ്യമായി ഇന്ത്യ മാറും. ബഹിരാകാശത്ത് വെച്ച് 2 സ്പേസ് ക്രാഫ്റ്റുകളെ തമ്മിൽ ഡോക്ക് ചെയ്യുക അഥവാ സംയോജിപ്പിക്കുക എന്നതാണ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്ന ISRO മിഷന്റെ ലക്ഷ്യം. ഇതിനായി ISRO വികസിപ്പിച്ച സ്പേസ് ക്രാഫ്റ്റുകളായ ചേസറിനെയും ടാർഗറ്റിനെയും വിക്ഷേപിപ്പിക്കുകയും തമ്മിൽ സംയോജിപ്പിക്കുകയും ചെയ്യുന്ന പരിശ്രമം വിജയിച്ചിട്ടുണ്ട്. ഭാവിയിൽ ഇന്ത്യയുടെ സ്പേസ് സ്റ്റേഷൻ ഡെവലപ്മെന്റ്, ഗഗൻയാൻ മിഷൻ തുടങ്ങിയ പദ്ധതികളിൽ എല്ലാം തന്നെ ഈ മിഷന്റെ വിജയം ഒരു മുതൽക്കൂട്ടായിരിക്കും. വാൾ സ്ട്രീറ്റ് ജേർണലിന്റെ 2025 ഗോ ടു ഗ്ലോബൽ ഡെസ്റ്റിനേഷൻസിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട് മധ്യപ്രദേശ്. ഈ അംഗീകാരം സംസ്ഥാനത്തിന്റെ സമ്പന്നമായ പൈതൃകത്തെയും ജൈവ വൈവിധ്യത്തെയും ഉയർത്തിക്കാട്ടുന്നു. ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ളതും ബഹുമാനിക്കപ്പെടുന്നതുമായ പത്രങ്ങളിലൊന്നാണ് വാൾ സ്ട്രീറ്റ് ജേർണൽ. ടൂറിസം, ബിസിനസ്, നിക്ഷേപ അവസരങ്ങൾ, സാമ്പത്തിക വളർച്ച, വികസനം തുടങ്ങിയ മേഖലകളിൽ മികച്ചു നിൽക്കുന്ന സ്ഥലങ്ങളെ വാൾ സ്ട്രീറ്റ് ജേർണൽ ഗോ ടു ഗ്ലോബൽ ഡെസ്റ്റിനേഷനായി തിരഞ്ഞെടുക്കാറുണ്ട്. ഹാർട്ട് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന മധ്യപ്രദേശിന്റെ സാംസ്കാരിക പൈതൃകം, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുടെ സാന്നിധ്യം, ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി പോളിസീസ് എന്നിവയാണ് ഇത്തവണ തിരഞ്ഞെടുക്കപ്പെടാനുള്ള കാരണങ്ങളിൽ ചിലത്. ടിബറ്റിൽ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ഡാം നിർമ്മിക്കാൻ ചൈന. ഇന്ത്യയും ബംഗ്ലാദേശും മുൾമുനയിൽ. ഡാം നിലവിൽ വന്നാൽ നദിക്ക് കുറുകെയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാമായി ഇത് അറിയപ്പെടും. ചൈനയ്ക്ക് കീഴിലുള്ള ഓട്ടോണമസ് പ്രദേശമായ ടിബറ്റിലൂടെയുള്ള ബ്രഹ്മപുത്രയുടെ ഒഴുക്കിനെതിരെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാം എന്നറിയപ്പെടാൻ പോകുന്ന നിർമ്മാണവുമായി ചൈന മുന്നോട്ട് വന്നിരിക്കുന്നത്. $137 ബില്യൺ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പ്രൊജക്റ്റിലൂടെ 88.2 കിലോവാട്ട് ഹവർ വൈദ്യുതി ഉൽപ്പാദനമാണ് ചൈന ലക്ഷ്യമിടുന്നത്. എന്നാൽ പരിസ്ഥിതിലോല പ്രദേശമായ ഹിമാലയൻ റീജിയനിൽ വരാൻ പോകുന്ന ഈ വമ്പൻ അണക്കെട്ട് നിർമ്മാണം ലോകമെമ്പാടുമുള്ള എൻവയോൺമെന്റലിസ്റ്റുകൾക്കിടയിൽ ചർച്ചയായിരിക്കുകയാണ്. കൂടാതെ ഇന്ത്യയിലേക്കും ബംഗ്ലാദേശിലേക്കുമുള്ള ജലത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തി ഈ അണക്കെട്ടിനെ അവർക്കെതിരെയുള്ള ആയുധമാക്കാൻ ചൈന ശ്രമിക്കുന്നുവെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. അടുത്തതായി ഒരു കൗതുക വാർത്ത. 7 ഭൂഖണ്ഡങ്ങളിലെയും ഉയർന്ന കൊടുമുടികൾ കീഴടക്കി ലോക റെക്കോർഡുമായി ഇന്ത്യയിലെ 17കാരി. മുംബൈ സ്വദേശിനിയായ 12ാം ക്ലാസ്സുകാരി കാമ്യ കാർത്തികേയൻ ആണ് താരം. ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് കാമ്യ. 2021 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ ശക്തി പുരസ്കാരം നേടിയിട്ടുണ്ട് ഈ മിടുക്കി. ഇതുപോലെ
നിങ്ങൾക്ക് കീഴടക്കാനുള്ള ഉയരങ്ങളെ എപ്പോഴും സ്വപ്നം കാണൂ. ഈ ആഴ്ചയിലെ വീക്ക്ലി ന്യൂസ് അവസാനിക്കുന്നു. നന്ദി.